ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്കിന്നും കോളേജിൽ പോയിട്ട് പഠിക്കും. ഓക്കെ, ഡേ 2. ഓക്കെ, ഇട്ടിട്ടാൻ താമസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ 9 മണിക്ക് തന്നെ റെഡിയായി നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ ക്ലാസ്സിൽ വന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ന്യൂട്രീഷനാണ്. എന്നും ബയോകെമിസ്ട്രി പഠിച്ച് എനിക്ക് വട്ട് വരുന്നു. സോ ഇന്ന് നമ്മൾ ന്യൂട്രീഷൻ ഇവരെന്നെ വിളിക്കുന്ന പാമ്പ് വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നോക്കട്ടെ. കോളേജിന് താഴെ ഒരു പാമ്പ്. എനിക്ക് പാമ്പിനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യം ഞാനിങ്ങനെ കണ്ടത്. പക്ഷെ എന്നാലും ഇനി എൻ്റെ സ്വപ്നത്തിൽ അത് വരും. രണ്ടും ആ പാമ്പിനെ നോക്കുമായിരുന്നു. ഞാൻ നോക്കി ഞാനൊന്നും കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് അവസാനം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അതിനെ കണ്ട്. അതിങ്ങനെ പോകും. ഞാൻ ഇന്നലെ ഇവിടെ എഴുതിയിട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പഠിക്കാം. ഹായ് ഗായ്സ്. ഹായ്. എന്താ പഠിക്കാൻ പോണേ? വിച്ച് സബ്ജക്റ്റ്? മേഘന. ഇവള് അതിൻ്റെ അടുത്ത് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തരാനാണ് പറയുന്നത്. അല്ല, നമുക്ക് പഠിക്കാം. നമ്മളിന്ന് ന്യൂട്രീഷൻ്റെ മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ബോർഡിലെഴുതി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എവിടെയെങ്കിലും എന്തായാലും ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബോർഡിലാകുമ്പോൾ ഇങ്ങനെ വരച്ചൊക്കെ പഠിക്കാതെ അപ്പോൾ പേപ്പർ വേസ്റ്റ് ആവില്ല. സോ ഞാൻ അതുകൊണ്ട് ഈ ബോർഡിലാണ്. എനിക്ക് വട്ടുണ്ടായിട്ടല്ല ഞാൻ ഈ ബോർഡിൽ എഴുതി കളിക്കുന്നത്. ഓക്കെ, ഞാൻ പഠിക്കുകയാണ്. സമയം 10:20, 1:30. അതിന് മുന്നേ നമുക്ക് ന്യൂട്രീഷൻ്റെ ഈ ചാപ്റ്റർ പഠിച്ച് തീരണം. ഓക്കെ, ഐ വിൽ ട്രൈ. ബട്ട് ഫുൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ടാർഗറ്റ് ഇന്ന് 2 ചാപ്റ്റർ തീർക്കും. കാരണം ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഞാനൊന്നും പഠിക്കത്തില്ല. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ചാപ്റ്റർ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു ചാപ്റ്റർ. രാത്രി തുടങ്ങാം. ഹായ്. നോക്കാം. ഇത്ര ഞാൻ ചിഹ്നവും പഠിച്ചു. കോളേജിന് ഒരു ലൈബ്രറി ഉണ്ട്, സെൻട്രലായിട്ടൊരു ലൈബ്രറി ഉണ്ട്. സോ അവിടെ ഇങ്ങനെ സോൾവഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് ഇയറിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയാൻ കുറച്ച് ദിവസമായിട്ട് ലൈബ്രറി ഓപ്പൺ അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓപ്പണായി. അപ്പോൾ മാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി. 15 മിനിറ്റ് വേസ്റ്റായി. 10 മിനിറ്റ് വെറുതെ പോയി. പിന്നെ മാം ഞാനൊരു ഡിസിഷനിലെത്തി. ആകെ ഫോണേ ഉള്ളൊരു ആശ്രയം. സോൾവഡ് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല, ചാറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ലൈബ്രറി എന്തിനാ വേസ്റ്റ് അല്ലേ, ഫോൺ മേടിച്ച് കൂട്ടിക്കോ. അങ്ങനെ ഞാനിന്ന് ഫോണ് കഴിച്ചു. ഇവിടെ ഭയങ്കര സൗണ്ട്. ഇവിടുത്തെ ആയമ്മ വന്നിട്ടുണ്ട്. ആണോ അതോ ഫോണിലാണോ എന്ന് ആയമ്മ ചോദിക്കുക. ഓക്കെ, ബൈ ഗൈസ്, നമുക്ക് പിന്നെയും പഠിക്കാം. ഗൈസ്, ഇപ്പോഴും പഠിക്കുകയാണ്. ഇത്രയും പിന്നെയും പഠിച്ചു. നമ്മൾ 5 മിനിറ്റത്തേക്ക് റെസ്റ്റ് എടുക്കാം. ഇവിടെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നീ വീഡിയോ എടുത്ത് തരണമെന്ന്. ഞാനൊക്കെ പറഞ്ഞു. ഗൈസ് ഇവിടെ പ്രിപ്പറേഷനാണ്. 2 ഫ്രണ്ട്സും പോയി ഇവിടുന്ന്. അവർക്ക് എന്തോ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം സെറ്റാക്കാനുണ്ട്. അതുകൊണ്ട് അവർ പഠിത്തം നിർത്തി. ബട്ട് സ്റ്റിൽ ഞാനിവിടെ ആണ്. നമ്മൾ 1 മണി വരെയല്ലേ പഠിക്കാൻ വെച്ചത്. ഇപ്പോൾ 12. സോ നമ്മൾ 1 മണി വരെ പഠിക്കും, എന്നിട്ടേ പോകത്തുള്ളൂ. പിന്നെ ഞാൻ പഠിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പോവാതെ ഇവിടെ ഇരിക്കുന്നത്.
നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി പഠിക്കാം. ഓക്കെ. ക്ലോക്കിന് മുന്നേ പഠിച്ച് തീർക്കണമെന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. എന്നാലും നമ്മൾ എന്തായാലും 2 ചാപ്റ്ററും തീർക്കും. ഓക്കെ, ബൈ ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ വന്നു പഠിച്ചു. 2:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു. സമയത്തിന് കുറച്ച് വേരിയേഷൻ ഉണ്ടെന്നുള്ളൂ, പക്ഷെ നമ്മൾ ചാപ്റ്റർ പഠിച്ചു. നമ്മളല്ല, ഞാൻ ആ ചാപ്റ്റർ പഠിച്ചു. ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.